നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. എഴുതിയും പറഞ്ഞും ജീവിതം നിറച്ച ഒരു മനുഷ്യൻ സാനു മാഷ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ നീറുന്ന ഓർമ്മയിലാണ് മലയാളികൾ. ചിന്തയുടെ ശക്തിയും ഭാഷയുടെ മാധുര്യവും ചേർത്ത് മലയാള സാഹിത്യ വിമർശനത്തെ ജനപക്ഷത്തിലെത്തിച്ച് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. അവധി ദിനമാണെങ്കിലും വാർത്തകളാൽ സമ്പന്നമായൊരു ദിവസം തന്നെയാണിന്ന്. സർക്കാർ ഗവർണർ പോര് കടക്കുന്നതിനിടെ ഗവർണറെ കാണാൻ പോകുന്ന മന്ത്രിമാരും ഓവൽ ടെസ്റ്റിലെ ഇന്ത്യയുടെ ജയപ്രതീക്ഷയും മഴയും ഒക്കെയുണ്ട്. വിശദമായി തന്നെ നമുക്ക് നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാന സർവകലാശാലകളിലെ സ്ഥിരം വിസി നിയമനത്തിൽ വീണ്ടും ഗവർണറെ കാണാൻ മന്ത്രിമാർ. സർക്കാർ പട്ടികയിൽ നിന്ന് വിസിമാരെ നിയമിക്കണമെന്ന് മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ നിയമിച്ചതിലെ എതിർപ്പറിയിക്കും. ജാമ്യം കിട്ടിയ കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കുന്നതിനുള്ള അടിയന്തര ശ്രമവുമായി കത്തോലിക്ക സഭ. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കുന്നതിൽ നിയമവിദഗ്ധരുടെ അഭിപ്രായം തേടി ഉടൻ തീരുമാനമെടുക്കും. ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പെൺകുട്ടികൾ ഇന്ന് ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും. പ്രൊഫസർ എം കെ സാനുവിന് വിട നൽകാൻ ഒരുങ്ങി സാംസ്കാരിക കേരളം. രാവിലെ 9 മണിക്ക് വീട്ടിലും 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് രവിപുരം ശ്മശാനത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് തീവ്ര മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ഓവൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയപ്രതീക്ഷ. 374 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 3-ാം ദിനം കളി നിർത്തുമ്പോൾ 1 വിക്കറ്റിന് 50 റൺസ് എന്ന നിലയിൽ. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അന്തരിച്ച പ്രൊഫസർ എം കെ സാനു മാഷിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. രവിപുരം ശ്മശാനത്തിൽ വൈകിട്ട് 4 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ എന്നാണ് അറിയുന്നത്. രാവിലെ 9 മണിക്ക് എറണാകുളം കാരക്കാമുറി റോഡിലെ വസതിയിലും തുടർന്ന് 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനമുണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, മലയാളികളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ അമൃത ആശുപത്രിയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് സംസ്കാര ചടങ്ങുകളും പൊതുദർശനവും സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇപ്പോൾ അമൃത ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും 8 മണിയോടുകൂടി എറണാകുളത്തെ കാരക്കാമുറിയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് 10 മണിക്കാണ് എറണാകുളം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുന്നത്. ടൗൺ ഹാളിലാണ് പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും. രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. സാഹിത്യവും സാംസ്കാരികവും അല്ലാതെ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളുകൂടിയാണ്. എല്ലാ ആളുകളും സാനു മാസ്റ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ ആളുകളുടെയും ഏതെങ്കിലും ഒരു രീതിയിൽ ഓരോ ആളുകളെയും സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അത് സാഹിത്യത്തിലൂടെയാകാം, സാംസ്കാരിക രംഗത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാകാം. അങ്ങനെയൊക്കെ ഓരോ വ്യക്തിയെയും സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് സാനു മാസ്റ്റർ. സാനു മാഷ് എന്ന് തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടി നിരവധി ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. 10 മണി മുതലാണ് ടൗൺ ഹാളിൽ പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. വൈകിട്ട് 4 മണിക്ക് ശേഷം 5 മണിയോട് കൂടിയായിരിക്കും രവിപുരം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. അവിടെയായിരിക്കും സംസ്കാരം നടക്കുക. എന്തായാലും നിരവധി ആളുകളെ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ടൗൺ ഹാളിലേക്കും ഒപ്പം തന്നെ വസതിയിലേക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. എം കെ സാനു എന്ന ആ പേര്, അത് സാഹിത്യ ലോകത്തിന് നൽകിയിരിക്കുന്ന സംഭാവന, സാംസ്കാരിക ലോകത്തിന് നൽകിയിരിക്കുന്ന സംഭാവന അത് വളരെ വലുതാണ്. വിമർശനാത്മക സാഹിത്യം, നിരൂപണം തുടങ്ങിയ വിവിധ ശാഖകളിലായിട്ട് 40ഓളം പുസ്തകങ്ങളാണ് എം കെ സാനു മാസ്റ്റർ എഴുതിയിട്ടുള്ളത്. ഇവിടെ
കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക രംഗത്ത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായിരുന്നു MK സാനു. അദ്ദേഹം പങ്കെടുക്കാത്ത ഒരു ചടങ്ങ് പോലും കൊച്ചിയിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഏത് ചടങ്ങ്, ചെറുതോ വലുതോ ആയ എല്ലാ ചടങ്ങുകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അത്രമേൽ ജനങ്ങളിലേക്ക് ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു സാംസ്കാരിക നായകൻ, സാഹിത്യ രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്നു MK സാനു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ അമൃത ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 8 മണിയോടുകൂടി വസതിയിലേക്ക് കൊണ്ടുപോകും. ശ്രീജ. ശരി അശ്വതി സൂചിപ്പിച്ചതുപോലെ മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയ്ക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് സാംസ്കാരിക കേരളം. സർക്കാർ ഗവർണർ പോര് അങ്ങനെ രൂക്ഷമായിരിക്കുകയാണ് നമുക്കറിയാം. അതിനിടയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുകയാണ് മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും. ഇന്ന് ഗവർണറെ കാണുമെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു കൂടിക്കാഴ്ച. താൽക്കാലിക VC നിയമനത്തിൽ മന്ത്രിമാർ എതിർപ്പ് അറിയിക്കുമെന്നും അറിയുന്നുണ്ട്. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് വിജ്ഞാപനം എന്നാണ് രാജ്ഭവൻ പറയുന്നത്. പക്ഷേ അപ്പോഴും പറയുന്നത് ഗവർണറുടെ നിലപാട് അത് ശരിയായില്ല എന്ന് സർക്കാരും ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിക്കാഴ്ച വളരെയധികം നിർണായകവുമാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഈ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗവർണർ പോര് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയമമന്ത്രി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഗവർണറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. മുഖ്യമന്ത്രി ഗവർണർക്ക് ഈ ആവശ്യം ഉന്നയിച്ചൊരു കത്ത് നൽകിയിരുന്നു. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഈ ഗവർണർക്കും സർക്കാരിനും ഇടയിൽ വലിയൊരു പോര് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു താൽക്കാലിക VC ആയി, അതായത് ഡിജിറ്റൽ സർവകലാശാലയിലും അതുപോലെ തന്നെ KTU സർവകലാശാലകളിലെയും താൽക്കാലിക VC ആയി സിസ തോമസിനെയും K ശിവപ്രസാദിനെയും ഗവർണർ നിയമിച്ചത്. ഈ ഒരു നിയമനം എന്ന് പറയുന്നത് സർക്കാർ പാനലിനെ തള്ളിക്കൊണ്ടായിരുന്നു ഗവർണർ ഇത്തരത്തിലൊരു നിയമനം നടത്തിയത്. സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. അതായത് ഈ യൂണിവേഴ്സിറ്റികളിൽ എല്ലാ സർവകലാശാലകളിലും VCമാർ ആവശ്യമാണ്. സ്ഥിരം VCമാരെ തന്നെ നിയമിക്കണം. വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് കടക്കരുത്. ഈ സ്ഥിരം VCമാരെ നിയമിക്കുന്നതുവരെ താൽക്കാലിക VCമാർക്ക് തുടരാമെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർക്ക് സർക്കാർ മുൻപ് ഇതുപോലെ തന്നെ ഈ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് മുൻപ് ഇത്തരത്തിലൊരു പാനൽ നൽകിയിരുന്നു, ഒരു ലിസ്റ്റ് നൽകിയിരുന്നു. ആ ലിസ്റ്റിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വീണ്ടും ഇത്തരത്തിൽ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ വീണ്ടും ഒരു പട്ടിക നൽകുന്നു. പക്ഷേ ഈ പാനലിനെ മുഴുവനായും തള്ളിക്കൊണ്ടാണ് ഗവർണർ വീണ്ടും സിസ തോമസിനെയും K ശിവപ്രസാദിനെയും ഇത്തരത്തിൽ ഈ ഇരു സർവകലാശാലകളിലെയും താൽക്കാലിക VCമാരായി വീണ്ടും നിയമിക്കുന്നത്. പക്ഷേ ഈ സർവകലാശാലകളിലൊക്കെ തന്നെ സ്ഥിരം VC നിയമനം ആവശ്യമാണ് എന്നായിരുന്നു സുപ്രീം കോടതി നൽകിയിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ വളരെയധികം ഒരു അതൃപ്തിയിലായിരുന്നു. കാരണം സർക്കാരിൻ്റെ പാനൽ തള്ളിക്കൊണ്ട് ഗവർണർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്, ഗവർണറുടെ നിലപാടിൽ നിന്ന് മാറ്റമില്ലാതെ ഗവർണർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് സർക്കാരിൽ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തിക്കൊക്കെ വഴിവെച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോരിനൊരു അന്ത്യമുണ്ടാക്കാനാണ് ഇപ്പോൾ നിലവിൽ ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. ഏതായാലും മറ്റ് സർവകലാശാലകളിലും VCമാരെ നിയമിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഗവർണർ ഇപ്പോഴും. ഈ പോര് ഇനിയും തുടരുമെന്ന് തന്നെ കരുതേണ്ടി വരും. തീർച്ചയായും. എന്തായാലും സർക്കാർ ഗവർണർ പോര് രൂക്ഷമാകുന്നതിനിടെ മന്ത്രി ആർ ബിന്ദുവും അതുപോലെ പി രാജീവും ഇന്ന് ഗവർണറെ കാണുമെന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയെന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു കേസ് അങ്ങനെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് റദ്ദാക്കുന്നതിനുള്ള അടിയന്തര ശ്രമമാണിപ്പോൾ കത്തോലിക്ക സഭ നടത്തുന്നത്. ഛത്തീസ്ഗഡ് ഹൈക്കോടതി സമീപിക്കുന്നതിൽ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം നിയമവിദഗ്ധരുമായ അടക്കം ചർച്ച നടത്തും. ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ അടക്കമുള്ളവർക്കെതിരെ പെൺകുട്ടികൾ ഇന്ന് ഓൺലൈനായി ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും. അതേസമയം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകൾ ഡൽഹി രാജറായിലെ മഠത്തിൽ തുടരുകയാണ്. കന്യാസ്ത്രീകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയായിരിക്കും നടക്കുക. അതിനിടെ ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഇന്ന് ഓൺലൈനായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും. ഇന്നലെ നാരായൺപൂർ സ്റ്റേഷനിൽ നൽകിയ പരാതി സ്വീകരിച്ചിരുന്നില്ല. കേസ് റദ്ദാക്കുന്ന ആവശ്യം ഉന്നയിച്ച് പാർലമെന്റിലും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം.
സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് ഒരു സാധ്യത. അങ്ങനെ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട്. മലപ്പുറം, പാലക്കാട്, തൃശൂർ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് തുടരുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവിന് ഇന്ന് സമാപനമാവുകയാണ്. കരട് സിനിമാ നയത്തിന്മേൽ ചർച്ചകൾ പൂർത്തിയാക്കി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്ന് അന്തിമ റിപ്പോർട്ട് അവതരിപ്പിക്കും. കോൺക്ലേവിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ 6 മാസത്തിനകം സിനിമാ നയം പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഇന്ന് 5 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണനാണ് മുഖ്യാതിഥി. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഈ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലേക്ക് മത്സ്യം കൊണ്ടുവരുന്ന വാഹനം, പെട്ടികൾ, ഈ മത്സ്യമാലിന്യം അതൊക്കെ കാരണം സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ അമ്പലപ്പള്ളി മുഹമ്മദ് റോഡിന് സമീപം താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ. അതിരാവിലെ മത്സ്യങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ തിരക്കായതിനാൽ റോഡിലൂടെ കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പരാതി. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സെൻട്രൽ മാർക്കറ്റ് റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മാർക്കറ്റിലേക്ക് മത്സ്യം കൊണ്ടുവരുന്ന വാഹനങ്ങളും പെട്ടികളും മത്സ്യമാലിന്യങ്ങളും കാരണം അമ്പലപ്പള്ളി മുഹമ്മദ് റോഡിലൂടെ തങ്ങൾക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല എന്നാണ് കുടുംബങ്ങളുടെ പരാതി. റോഡിലെ മത്സ്യമാലിന്യ അവശിഷ്ടങ്ങൾ കാരണം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് രാവിലെ ഇതിലൂടെ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സെൻട്രൽ മാർക്കറ്റ് റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് നിലനിൽക്കെയാണ് ഈ അവസ്ഥ തുടരുന്നത്. ഇവിടെ ഒരു മീൻ കച്ചവടം ഒന്നിനും ചെയ്യാൻ പാടില്ല. ഈ റോഡ് എന്ന് പറഞ്ഞാൽ അമ്പലപ്പള്ളി റോഡ്. ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ഒരൊറ്റ പോകാനുള്ള ഒരൊറ്റ വഴിയുള്ളൂ. ഇവിടെ ഏതെങ്കിലും രോഗികൾക്കോ ഒരു ഹോസ്പിറ്റൽ കേസോ കുട്ടികൾക്കോ ഒന്നും ഒരു മര്യാദയ്ക്ക് രാവിലെ സ്കൂളിൽ പോകാനോ ഒന്നിനും ഇതിലോ വഴിയില്ല. രോഗികൾക്കാണെങ്കിൽ ഒരു രാവിലെ നിങ്ങൾ വന്ന് നോക്കിയാൽ രാവിലെ ഇവിടെ കംപ്ലീറ്റ് വണ്ടികൾ ഇതൊക്കെ ആയിട്ട് ഏതൊരാൾക്ക് വല്ല ഹോസ്പിറ്റൽ കേസായിട്ട് പുറത്ത് വരെ പോകാൻ കഴിയാൻ ഇല്ല. സെൻട്രൽ മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി മത്സ്യ മാർക്കറ്റ് താൽക്കാലികമായി മാറ്റുന്നത് നിലവിലെ മാർക്കറ്റിന്റെ വടക്ക് ഭാഗത്ത് 40 സെന്റ് സ്ഥലത്തേക്കാണ്. അമ്പലപ്പള്ളി മുഹമ്മദ് റോഡിൽ ഇനി മത്സ്യങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ തിരക്ക് കൂടുമെന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം മാർക്കറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൂടെ മത്സ്യക്കച്ചവടം മാറ്റാൻ കോർപ്പറേഷന് പ്ലാൻ ഉണ്ടെന്നും അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാകുമെന്നും ഇവർ ഭയപ്പെടുന്നു. പിന്നെ ഈ വരുന്ന ഇതിനുള്ളിൽ നിങ്ങൾ ഒരു മീനിന്റെ ഏർപ്പാട് തുറക്കണം. ഞങ്ങളെ കിണറാണ് അത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നാൽ അറിയാം ഞങ്ങൾക്ക് അതിന്റെ പവർ. മത്സ്യ മാർക്കറ്റിന്റെ പ്രവർത്തനത്തിന് എതിരല്ലെന്നും എന്നാൽ തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നുമാണ് ഇവർ പറയുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കേരളത്തിലാകെ കനത്ത മഴയാണ്. ആ മഴയൊന്നും ഒരിടത്തും പോയിട്ടില്ല. റോഡിലെ കുഴികളിൽ അങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പറയാനാണെങ്കിൽ കുഴികളുള്ള റോഡുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്നത് കുഴികൾ നിറഞ്ഞ കാസർഗോഡ് സംസ്ഥാന പാതയിലൂടെയുള്ള ദുരിതയാത്രയെക്കുറിച്ചാണ്. പാത തകർന്ന് മാസങ്ങളായിട്ടും ടാറിങ്ങിനുള്ള നടപടികളൊന്നും ആയിട്ടില്ല. റോഡിൻ്റെ ഈ അവസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാത തകർന്ന് യാത്രാ ദുരിതം നേരിടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. മഴ പെയ്താൽ റോഡും കുഴിയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാകും. ചേറ്റുകുണ്ടിലും കളനാട്ടും മേൽപ്പറമ്പിലും ചെമ്മനാട് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തും ബേക്കൽ പാലത്തിന് മുകളിലുമായി റോഡ് വൻ രീതിയിൽ തകർന്നിരിക്കുകയാണ്. ഒരടിയിലധികം താഴ്ചയുള്ള കുഴികൾ വരെ കാസർഗോട്ടേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിലായി കാണാം. റീടാറിംഗ് ചെയ്ത ഭാഗങ്ങളടക്കം പൊളിഞ്ഞുപോയതോടെ സംസ്ഥാനപാത പലയിടങ്ങളിലും ചാലുകീറിയ നിലയിലാണ്. യാത്ര നടുപടിക്കും വിധത്തിലായിട്ടും ടാറിങ്ങിനുള്ള നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഭയങ്കര ദുരിതപൂർണമായ യാത്രയാണ്. എന്താ വെച്ചാൽ നമുക്ക് 2 വീലറിന് ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെച്ചാൽ അത്രക്കും മാരകമായ കുഴികളാണ്. എന്ന് വെച്ചാൽ ഒരു 2 വീലറിൻ്റെ ഫ്രണ്ട് ടയർ വീണാൽ പിന്നെ അത് മുകളിലോട്ട് വരുന്നില്ല. അത്രയും നല്ല കുഴിയാണ് ഉള്ളത്. നമുക്ക് ഏത് സമയത്തും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഇനി അധികാരികൾ കണ്ണ് തുറക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ 2 വീലർ, റിക്ഷ അതിൻ്റെ ചെറിയ ടയറുകൾ നമ്മൾ ഈ കുഴിയിൽ പോകും. അത്ര വലിയ ഒരു കിണറിൻ്റെ രൂപത്തിൽ നല്ല വൃത്താകൃതിയിലുള്ള ഒരു കുഴിയാണ് ഈ KSTP റോഡിലുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് കാസർഗോഡ് സംസ്ഥാന പാതയിലെ കുഴികളിൽ വീണുള്ള അപകടങ്ങളിൽ മാസങ്ങൾക്ക് മുൻപ് 3 ജീവനുകൾ പൊലിഞ്ഞിരുന്നു. റോഡ് വൻകുഴിയായി മാറിയതോടെ പലയിടങ്ങളിലും ഗതാഗത തടസ്സവും പതിവായി. അമൃത ന്യൂസ്,
കാസർഗോഡ്. രാമ 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 പാഹി മാം. 10 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ദശരഥനാകണമെന്നും 10 ഇന്ദ്രിയങ്ങളുടെയും അടിമയായ രാവണനാകരുതെന്നുമാണ് രാമായണം പഠിപ്പിക്കുന്നത്. വേദനിക്കുന്നവരുടെ ശാപമേറ്റാൽ ഈശ്വരന് പോലും രക്ഷിക്കാനാകില്ല എന്ന് മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. പ്രകൃതി നിയമങ്ങളുടെ ലക്ഷ്മണരേഖ ലംഘിക്കരുത് എന്നാണ് രാമായണം പഠിപ്പിക്കുന്നതെന്നും സ്വാമിജി പറഞ്ഞു. ഓം അമൃതേശ്വരിയെ നമഃ. രാമായണ തത്വത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. രാമായണ കഥയിൽ രാമൻ ജനിച്ച സ്ഥലം അയോധ്യയാണ്. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത സ്ഥലം. യുദ്ധമില്ലാത്ത ആ സ്ഥലത്താണ് ഈശ്വരൻ അവതരിക്കുക. പരിശുദ്ധമായ ഹൃദയത്തിലാണ് ഈശ്വരൻ അവതരിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ദശരഥപുത്രനായി ശ്രീരാമചന്ദ്രൻ അവതരിക്കുന്നു. ദശരഥൻ എന്ന് പറയുമ്പോൾ 10 രഥങ്ങളുള്ളയാൾ, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളുമുള്ള ദശരഥന്മാരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ 10 രഥങ്ങളുള്ളത് കൊണ്ട് ദശരഥനാവില്ല. 10 രഥങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള ശക്തിയുള്ളവൻ ദശരഥൻ. ദശമുഖൻ 10 ഇന്ദ്രിയങ്ങൾക്കും അടിമയായവൻ രാവണൻ. നിശാചരൻ 10 തലയുടെ അഹങ്കാരവും ബുദ്ധിശക്തിയും 20 കൈകളുടെ ശക്തിയും ഉള്ളയാൾ. രാവണൻ നിസ്സാരനായ ഒരാളല്ല, അറിവിൻ്റെ ഭണ്ഡാകാരമാണ്. ശക്തിയുണ്ട്, അജയ്യനാണെന്ന തോന്നലുണ്ട്. ഇങ്ങനെ 10 ഇന്ദ്രിയങ്ങൾക്കും അടിമയായ രാവണൻ രാക്ഷസന്മാരുടെ നടുവിലാണ് അവതരിക്കുക. അപ്പോൾ ദശരഥൻ 10 ഇന്ദ്രിയങ്ങളെയും അധീനത്തിലാക്കിയവൻ ദശമുഖൻ, 10 ഇന്ദ്രിയങ്ങൾക്കും അടിമയായവൻ. നമ്മൾ രാമായണ തത്വം പറയുമ്പോൾ സീതാദേവിയെ മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് പറയുക. രാവണൻ കൊണ്ടുപോയത് മായാസീതയെയാണ്. യഥാർത്ഥ സീതാദേവി അഗ്നിയിൽ മറഞ്ഞു. മനസ്സിൻ്റെ ആവിർഭാവം പോലെ അവ്യക്തമാണ് സീതാദേവിയുടെ ഉദ്ഭവം. ഉഴവ് ചാലിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. അതേപോലെ ഭൂമിയിലേക്ക് തന്നെ ദേവി അപ്രത്യക്ഷയായി. രാമൻ്റെ അച്ഛനായ ദശരഥൻ ഒരിക്കലൊരബദ്ധം ചെയ്തു. ശബ്ദം കേട്ട ദിശയിലേക്ക് ശരമയച്ചു. ഒരു മുനികുമാരൻ്റെ മരണത്തിന് അത് കാരണമായി. ആ അബദ്ധം കാരണം പുത്രശോകത്താൽ മരിക്കുമെന്ന ശാപവും കിട്ടി. അമ്മ പറയാറുണ്ട്, ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണോ, ആരുടെയും ശാപം ഏറ്റുവാങ്ങരുത്. വേദനിക്കുന്ന മനസ്സുകളുടെ ശാപമേറ്റാൽ ഈശ്വരന് പോലും രക്ഷിക്കാൻ സാധിക്കില്ല. ഒരാൾ വേദനയോടെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ തിരിച്ചെടുക്കാൻ പ്രപഞ്ചശക്തിക്ക് മറ്റു മാർഗമൊന്നുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ശാപം ഏറ്റുവാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാമനോടൊപ്പമുള്ള വനവാസ സമയത്ത് സീതാദേവിക്ക് കൊടുങ്കാട് അയോധ്യയേക്കാൾ മനോഹരമായി തോന്നി. കാരണം ശ്രീരാമചന്ദ്രൻ അടുത്തുള്ളപ്പോൾ ഏത് സ്ഥലവും നരകം പോലും സ്വർഗീയ സുഖം പകരുന്ന സ്ഥലമായി മാറും. മനസ്സ് ഈശ്വരന് നേരെ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് എത്ര വളരെ ദുരിതങ്ങൾ നിറഞ്ഞ സ്ഥലമാണെങ്കിലും സ്വർഗീയ സുഖങ്ങൾ പകരും. മനസ്സ് ഈശ്വരനെ വിട്ട് ഭോഗവസ്തുക്കളിലേക്ക് തിരിയുമ്പോൾ ചെന്നെത്തുന്നത് ദുരിതങ്ങളുടെ നടുവിൽ. അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഈശ്വര ധ്യാനത്തിൽ മുഴുകി ഈശ്വരൻ വന്ന് രക്ഷിക്കാനുള്ള അവസരമൊരുക്കണം. അതിനുള്ള പരിശുദ്ധി ആർജിക്കണം. നമുക്ക് ഈ ലോകത്തിൽ സന്തോഷിക്കുവാനുള്ള അവകാശമുണ്ട്. ചില നിയമങ്ങൾക്ക് വിധേയമായി വേണം സന്തോഷിക്കാൻ. ചില നിയമങ്ങൾക്ക് വിധേയമായി സന്തോഷിക്കാൻ അനുവദിച്ചിരിക്കുന്നു ഈ പ്രകൃതി. ലക്ഷ്മണരേഖ ലംഘിക്കാതിരിക്കാൻ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. കാർ ഓടിച്ച് സന്തോഷിക്കാം, ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. ഏതു നിമിഷവും അപകടങ്ങളുണ്ടാകാവുന്ന ഒരിടമാണ് ഈ പ്രപഞ്ചം. ഇവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതി നിയമങ്ങൾ പാലിച്ചിരിക്കണം.
ആ നിയമങ്ങളെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ലോകത്തിൽ ജീവിക്കുമ്പോൾ ധർമ്മമനുസരിച്ച് ജീവിച്ചാൽ സന്തോഷത്തോടു കൂടി ജീവിക്കാം. ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് പ്രകൃതി അനുവദിച്ചിരിക്കുന്ന ചില പരിധികളാണ്. ആ രീതിയിൽ ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കുവാൻ അനുവദിച്ചിരിക്കുന്നു. പക്ഷേ അത് ലംഘിച്ചാൽ രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. അവസാനിക്കാത്ത ദുരിതങ്ങളായിരിക്കും നമ്മെ ബാധിക്കുക. ഇത് രാമായണ കഥയിൽ ഉടനീളം പ്രതിഫലിക്കുന്നു. ജീവിത സത്യമാണത്. ചില ജീവിത സത്യങ്ങൾ തന്നെയാണ് സ്വാമിജി നമുക്ക് പകർന്നു തന്നത്. കർക്കിടക മാസത്തെ ഭക്തിസാന്ദ്രമാക്കി നാടെങ്ങും വാൽമീകി രാമായണവും ആധ്യാത്മരാമായണവും ഒക്കെ പാരായണം ചെയ്യുമ്പോൾ പത്തനംതിട്ട നിരണത്തുകാർ പാരായണം ചെയ്യുന്നത് കണ്ണശ രാമായണമാണ്. 15-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന നിരണം രാമപ്പണിക്കരാണ് രാമകഥയെ മലയാളത്തിന് പരിചയപ്പെടുത്തി കണ്ണശ രാമായണം രചിച്ചത്. ചൊല്ലേറിയ വാൽമീകി മഹാമുനി ചൊല്ലിയ രാമായണമിനിയേതും വല്ലാതെ ഞാൻ എന്നുര ചെയ്വതു മനസ്സി പൊറുക്ക മഹാജനമെല്ലാം. ഉല്ലാസത്തോടു വിനതാതനയനുയർന്നു പറന്നാകാശേ മറ്റൊരു ഉല്ലാമക്ഷിക തന്നാലാവതും പൊങ്ങുവതിന്നാരേ മുനിയുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിന് മുൻപ് ആദിമ മലയാളത്തിലേക്ക് ചുവടുവെച്ച കൃതിയായിരുന്നു കണ്ണശ രാമായണം എന്ന് കരുതുന്നു. അതും മൂലകൃതിയുടെ ഗൗരവം ഒട്ടും കുറയാതെ. അനുപമയായവൾ മൂവരിൽ ഇളയവളാകിയ മാനിനി പെറ്റുളനായാൻ ഇനിയ മഹാദേവാജ്ഞയിനാലെ ഇതമൊടു ബാലകനാകിയ രാമൻ പുനരവനും നിജപാപം കളവാൻ പുരുഷോത്തമ കഥ ചൊൽക തുനിഞ്ഞാൻ. നിരണം തൃക്കപാലീശ്വരം മഹാദേവ ക്ഷേത്ര നടയിലും പരിസരത്തും ഇരുന്നാണ് കണ്ണശ കവികളിൽ ഒരാളായ രാമപ്പണിക്കർ കണ്ണശ രാമായണം രചിച്ചത്. നിരണം വൃത്തങ്ങൾ എന്നറിയപ്പെടുന്ന ദ്രാവിഡ വൃത്തങ്ങളാണ് കണ്ണശ രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം പ്രാസസമ്പ്രദായ രീതിയായ അന്താതിപ്രാസം ഈ കൃതിയെ കൂടുതൽ മനോഹരമാക്കുന്നു. മണിപ്രവാളത്തിലൂടെ സംസ്കൃതത്തിൻ്റെ പിറകെ പോയ ഭാഷയെ തിരിച്ച് അതിൻ്റെ ഭാഷാസ്വരൂപം വീണ്ടെടുക്കുന്നതിൽ കണ്ണശന്മാർക്ക് നിർണായകമായ പങ്കുണ്ടായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന വൃത്തങ്ങൾ അതിന് തെളിവാണ്. മഞ്ചരിയുടെ ഒരു രൂപമാണ് നിരണവൃത്തം എന്ന് പറയുന്നത്. ആ നിരണവൃത്തത്തിലാണ്, ദ്രാവിഡ വൃത്തത്തിലാണ് കണ്ണശന്മാർ തങ്ങളുടെ കൃതികൾ രചിച്ചിരുന്നത് എന്നുള്ളതാണ് അവരുടെ വൃത്തത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ രാമായണമായാണ് കണ്ണശ രാമായണത്തെ കരുതുന്നത്. തിരുവല്ലയിലെ ഒരു വീട്ടിൽ സൂക്ഷിച്ചിരുന്ന താളിയോലയിൽ നിന്നും കണ്ടെടുത്ത കണ്ണശ രാമായണം ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ആദിമ മലയാളത്തിൽ രചിക്കപ്പെട്ടതിനാൽ കണ്ണശ രാമായണത്തിലെ പല ഭാഗങ്ങളിലെയും ഭാഷാപ്രയോഗം സാധാരണക്കാരനൽപ്പം ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. ആനവനാത്മജരായൊരു നാൽവരന്തരമുളരായാരവർ നാൽവരിൽ മാനിതനാകിയ കുമാരനി രാമൻ മഹിമ മികുന്ദ ഗുണാകരനായാൻ. എഴുത്തച്ഛൻ്റെ രാമായണം കുറച്ചുകൂടെ നമുക്ക് വായിക്കാൻ എളുപ്പമാണ്. ഈ കണ്ണശ രാമായണം വന്നിട്ട് ചെറിയ ചെറിയ തമിഴ് പ്രാചീന എഴുത്തുകൾ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രയാസമാണ്. നമ്മളിത് വായിക്കുമ്പോൾ അതിന് ആദ്യത്തെ വന്ദന ശ്ലോകം വളരെ നന്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ എന്നിവരെ ചേർത്താണ് കണ്ണശ കവികളെന്നും നിരണം കവികളെന്നും പറയുന്നത്. എഴുത്തച്ഛനും മുൻപ് രാമകഥയും മഹാഭാരത കഥയും ഉൾപ്പെടെ കൃതികൾ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതിൽ കണ്ണശന്മാരെന്നറിയപ്പെട്ട നിരണം കവികളുടെ പങ്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കൊടും വെയിലത്ത് അങ്ങനെ റോഡിൽ ബസ് കാത്തു നിൽക്കുക, ഇതുപോലെ മടുപ്പിക്കുന്ന വേറൊരു കാര്യമില്ല. എന്തായാലും ചൂടിനെ പേടിക്കാതെ കൂളായി ബസ് കാത്തിരിക്കാൻ ന്യൂജൻ ബസ് ഷെൽട്ടറാണ് കൊച്ചി കളമശ്ശേരിയിൽ ഒരുക്കിയിട്ടുള്ളത്. നിപ്പോൺ ടൊയോട്ട CSR ഫണ്ട് ഉപയോഗിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന CCTV ക്യാമറകൾ, മ്യൂസിക് സംവിധാനം, മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ തുടങ്ങിയവയാണ് അത്യാധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പ്രത്യേകതകൾ.
കളമശ്ശേരി HMT ജംഗ്ഷനിലാണ് പൂർണ്ണമായും ശീതീകരിച്ച ഈ ഹൈടെക് ബസ് ഷെൽട്ടർ സ്ഥാപിച്ചിരിക്കുന്നത്. കളമശ്ശേരി മണ്ഡലത്തിലെ 2 പോളിടെക്നിക് കോളേജുകൾ, 2 ITI, ISAT, ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെന്റ് പോൾസ് കോളേജ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഈ ഷെൽട്ടർ. അവിടേക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ചൂടൊക്കെ, ഇതിനകത്തും ചൂടുണ്ട്, എന്നാലും നല്ലതാണ്, ഇരിക്കാം, പിന്നെ വെയിലുള്ളൂല. തലവേദന എടുത്ത് വരുമ്പോൾ വെയിലത്ത് ഒരു വെള്ളം കൂടി വെച്ചെങ്കിൽ ഇന്ന് സൗകര്യമായാൽ നല്ല 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 കോൺസെപ്റ്റാണ് കേട്ടോ. പക്ഷേ ഇത് ഏറ്റെടുത്ത് ചെയ്യണവരൊക്കെ കുറവാണ്. എന്നാലും നല്ല നല്ല അഭിപ്രായം. കംഫർട്ട് സ്റ്റേഷൻ, കുട്ടികളിലെ വായനാശീലത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലിറ്റിൽ ലൈബ്രറി എന്നിവ നിർമ്മിക്കാനും ആലോചനയുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്കായി പാർക്കിംഗ് ഏരിയയും കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്നുണ്ട്. നിപ്പോൺ ടൊയോട്ടയുടെ സഹകരണത്തോടെ നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രം മന്ത്രി P. രാജീവാണ് ഉദ്ഘാടനം ചെയ്തത്. അമൃത ന്യൂസ്, കൊച്ചി. പത്തനംതിട്ട പുല്ലാട് ആലുന്തറയിൽ കുടുംബകലഹത്തെ തുടർന്ന് യുവാവ് ഭാര്യയെ കുത്തിക്കൊന്നു. ആലുന്തറ അഞ്ചാനിക്കൽ വീട്ടിൽ ശ്യാമയെയാണ് കുത്തിക്കൊന്നത്. ശ്യാമയുടെ പിതാവ് ശശിയുടെ സഹോദരി രാധാമണി എന്നിവർക്കും കുത്തേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. പ്രതിയാജിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കല്യാൺ സിൽക്ക് ഷോറൂമും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ഒരുമിക്കുന്ന ഷോപ്പിംഗ് സമുച്ചയം പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചു. ടൗൺ ബസ് സ്റ്റാൻഡിന് എതിർവശം സ്ഥിതി ചെയ്യുന്ന ഷോപ്പിംഗ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. PK ശ്രീകണ്ഠൻ MP, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, പാലക്കാട് നഗരസഭ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കല്യാൺ സിൽക്സിന്റെ 33ാമത് ഷോറൂമും ഹൈപ്പർ മാർക്കറ്റിന്റെ 8ാമത്തെ ഔട്ട്ലെറ്റിനുമാണ് പാലക്കാട് തുടക്കമായത്. പാലക്കാട് ആരംഭിച്ച ഈ 2ാമത്തെ ഷോറൂമിൽ ഒരേ സമയം 250-ലേറെ വിവാഹ പാർട്ടികൾക്ക് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട്. പാലക്കാട് ഇതാദ്യമായാണ് ബ്രൈഡൽ വെയർ ഷോപ്പിങ്ങിനായി ഇത്രയും വലിയ ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ പറഞ്ഞു. 18-ാം തീയതി പട്ടാമ്പിയിൽ തുറക്കുകയാണ്. അത് അടുത്ത ഷോറൂമായിരിക്കും. എല്ലാം കൂടി 51 ഷോറൂമായി. സൂപ്പർ മാർക്കറ്റും ഫാസിയും കൂടി ചേർന്നാൽ 51 ഷോറൂമായി. ഞങ്ങളുടെ പാലക്കാടിനെ തമ്മിലുള്ള ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ്. മലയാളികളാണ് കല്യാണം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കൊല്ലവും ഞങ്ങൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂമിൽ ഒരു 50% നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഓൺ ബ്രാൻഡും ഓൺ പ്രോഡക്റ്റുമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് സ്ഫോടക വസ്തു കണ്ടെത്തി. ക്യാമ്പസിലെ ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയത്. ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി സ്ഫോടക വസ്തു തേഞ്ഞിപ്പലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിലും ഹോസ്റ്റലുകളിലുമൊക്കെ പരിശോധന നടത്തണമെന്ന് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ P. റഷീദ് അഹമ്മദ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകുന്നതുവരെ ആയുധം താഴെ വയ്ക്കില്ല എന്നാണ് ഹമാസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആയുധം താഴെ വയ്ക്കുന്നതിന് ഹമാസ് സമ്മതം അറിയിച്ചു എന്ന പശ്ചിമേഷ്യയിലേക്കുള്ള US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെ പരാമർശത്തോടാണ് ഹമാസിന്റെ പ്രതികരണം. ഹമാസുമായുള്ള വെടിനിർത്തലിനായി ഇസ്രയേൽ മുന്നോട്ട് വച്ച പ്രധാന നിർദ്ദേശങ്ങളിലൊന്നാണ് ഹമാസിന്റെ നിരായുധീകരണം. ഫ്രാൻസും കാനഡയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറാണെന്ന നിലപാടുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ നിരായുധീകരണത്തിന് ഹമാസ് തയ്യാറാകണമെന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന അറബ് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നു. അടിയും ബഹളവും ഒക്കെ ഇപ്പോൾ പതിവ് വാർത്തയാവുകയാണ്. അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ജിമ്മിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്ത ജിം ട്രെയിനർക്ക് ക്രൂരമർദ്ദനം. പത്തനംതിട്ട വെണ്ണിക്കുളം പുറമറ്റത്താണ് സംഭവം. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിം ട്രെയിനറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്.
വെള്ളിയാഴ്ച വൈകിട്ട് 6:30യോടെ വെണ്ണിക്കുളം പുറമറ്റത്ത് പ്രവർത്തിക്കുന്ന പെഗാസസ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലാണ് അതിക്രമമുണ്ടായത്. ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് ജിമ്മിലെത്തിയ ഷിജിൻ ഖാൻ എന്നയാളെ പരിശീലകനായ അലൻ റോയ് ചോദ്യം ചെയ്യുകയും ഇതിൽ പ്രകോപിതനായ ഷിജിനും ഒപ്പമുണ്ടായിരുന്ന ബിൻസൺ കെ മാത്യുവും ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് ഷിജിൻ മറ്റ് 5 പേരെ കൂടി വിളിച്ചു വരുത്തി ജിമ്മിൽ അക്രമം അഴിച്ചുവിട്ടു. ജിമ്മിൽ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന ഇരുമ്പുവടി ഉപയോഗിച്ച് അലൻ റോയിയെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ തലയ്ക്കും ഇടതു കൈവിരലിനും മൂക്കിനും ഗുരുതര പരിക്കേറ്റു. സ്ത്രീകൾ ഉൾപ്പെടെ പരിശീലനത്തിനെത്തിയ സമയത്തായിരുന്നു അക്രമം. സ്ത്രീകളിൽ ഒരാൾ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. പരിശീലകന്റെ പരാതിയിൽ ഷിജിൻ ഷാജി, ബിൻസൺ കെ മാത്യു എന്നിവർക്കെതിരെയും തിരിച്ചറിയാത്ത മറ്റ് 5 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഓവൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയപ്രതീക്ഷയുണ്ടോ നോക്കാം. എന്തായാലും ഇന്ത്യ പൊരുതുകയാണ്. 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടർന്ന് ഇംഗ്ലണ്ടിനെ എറിഞ്ഞൊതുക്കാനായാൽ ഇന്ത്യക്ക് ജയിക്കാം. ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് 324 റൺസ് കൂടിയാണ്. ഇംഗ്ലണ്ട് 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് 396 റൺസിന് അവസാനിച്ചിരുന്നു. യശസ്വി ജയ്സ്വാളിന്റെ സെഞ്ചുറിയും ആകാശ് ദീപ്, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുമാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. 5 ടെസ്റ്റുകളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. 5ാം ടെസ്റ്റ് വിജയിച്ച് പരമ്പര സമനിലയിലാക്കാനാണ് ഇന്ത്യൻ ശ്രമം. 2025 ഏഷ്യ കപ്പ് മത്സരങ്ങൾ സെപ്റ്റംബർ 9 മുതൽ 28 വരെ UAE. 11 മത്സരങ്ങൾക്ക് അബുദാബി വേദിയാകുമ്പോൾ ഫൈനൽ ഉൾപ്പെടെ 8 മത്സരങ്ങൾ ദുബായിൽ നടക്കും. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം സെപ്റ്റംബർ 14 ദുബായിലാണ്. T20 ഫോർമാറ്റിലാണ് ഈ വർഷത്തെ ഏഷ്യ കപ്പ്. ഇന്ത്യ, പാകിസ്ഥാൻ, UAE, ഒമാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ് എന്നീ 8 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, UAE, ഒമാൻ എന്നിവർ ഗ്രൂപ്പ് എയിലും ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ് എന്നീ ടീമുകൾ ഗ്രൂപ്പ് ബിയിലുമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ടൂർണമെന്റിൽ ഇന്ത്യ പങ്കെടുക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ടൂർണമെന്റ് ഒരു നിഷ്പക്ഷ വേദിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്.